ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പാരലൽ പീരീഡ് വേഴ്സസ് ഡേറ്റ് ആഡ് ഇത് രണ്ടും ഡാക്സ് ഫംഗ്ഷൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ടൈം ഇൻ്റലിജൻസ് ഫംഗ്ഷൻ ആണ്. അതിൻ്റെ പെക്യുലിയർ ആയിട്ടുള്ള ചില ഫീച്ചേഴ്സും അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു PPT പ്രസൻറ്റേഷൻ ആണ് ഞാൻ ഇവിടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്. അതുകൂടാതെ ചില ചെറിയ സ്ലൈഡ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് എൻഡ് ഓഫ് ദ വീഡിയോയിൽ ഞാനിതൊന്ന് കാണിക്കാം. പക്ഷേ ആദ്യം ഒന്ന് നമുക്ക് പ്രാക്ടിക്കൽ എക്സാമ്പിളായിട്ട് കാണിച്ചതിന് ശേഷം ഇതിലേക്ക് കൂടുന്ന നമുക്ക് ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് വേയിൽ നിന്ന് നമുക്കൊന്ന് ട്രാവൽ ചെയ്ത് നോക്കാം. ഇങ്ങനെ ഒരു റിസൾട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇയറും മന്തും, അതിനുശേഷം ലേറ്റസ്റ്റ് സെയിൽസ് പെർ മന്ത്, അതിനുശേഷം പാരലൽ പീരീഡ്, ഡേറ്റ് ആഡ്, രണ്ടും മന്ത് വൈസ് -1, പാരലൽ പീരീഡ് ഇയർ വൈസും ഉള്ള ഡിഫറൻസ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ഡേറ്റ സെറ്റാണ് യൂസ് ചെയ്യുന്നത്. എ കോളത്തിൽ ഇയർ, മന്ത് നമ്പർ ആൻഡ് സെയിൽസ്. മന്ത് നമ്പർ ആസ് ഇൻ മന്തിൻ്റെ പേരുകൾ എടുത്തിട്ടുണ്ട്. സെയിൽസിന് റാൻഡം ആയിട്ടുള്ള സെയിൽസ് നമ്പേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇയറിൽ ഫസ്റ്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ മന്ത്, അതായത് 2023 ജനുവരിയിലെ ഫസ്റ്റ് ഡേറ്റ്, 2023 ഫെബ്രുവരിയിലെ ഫസ്റ്റ് ഡേറ്റ്, അങ്ങനെ ഫസ്റ്റ് ഡേറ്റ് എല്ലാ മാസത്തിലെയും റെസ്പെക്റ്റീവ് മാസത്തിലെ ഫസ്റ്റ് ഡേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിന് ഇയർ എന്ന പേരും കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, നമുക്കിത് ഒന്ന് ഇമ്പോർട്ട് ചെയ്തെടുക്കാം. അതിന് സെലക്ട് ഓൾ ചെയ്യുക, കോപ്പി ചെയ്യുക, എൻ്റർ ഡേറ്റ, Ctrl+V, ക്രിയേറ്റ് ടേബിൾ എന്നുള്ള ഡയലോഗ് ബോക്സിൽ Ctrl+V ചെയ്യുന്നു. The first row of data that you have pasted has been promoted to column headers. ശരിയാണ്, നമ്മൾ കോപ്പി എടുത്ത ഡേറ്റയിൽ ഹെഡർ കോളം ഹെഡറായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് സെയിൽസ് എന്ന് പേര് കൊടുക്കാം. ടേബിൾ നെയിമിനെ ലോഡ് ചെയ്തേക്കാം. ഡേറ്റ ലോഡ് ആവുകയാണ്. 24 റോ ലോഡ് ആയിട്ടുണ്ട്. 24 മാസത്തെ. ഇവിടെ 3 കോളം വന്നിട്ടുണ്ട്. നമുക്ക് ഡേറ്റ് ടേബിൾ വ്യൂവിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ആ ഡേറ്റ ഇവിടെ ലോഡ് ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഫോർമാറ്റ് ഒന്ന് ഷോർട്ട് ഡേറ്റിലോട്ട് ആക്കി കൊടുക്കാം. നമ്മൾ കാണാൻ അതിന് കറക്റ്റ് കാണാൻ പറ്റും. സോ ഫസ്റ്റ് ഓഫ് എവരി മന്ത് 2023 2024 24 റോ 2 വർഷത്തെ മന്ത് വൈസ് ഡേറ്റ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സെയിൽസും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി നമുക്കൊരു മെട്രിക്സ് ടേബിൾ ആഡ് ചെയ്യാം. മെട്രിക്സ് ടേബിൾ ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഡിസ്പ്ലേ വലുതാക്കി ഇയർ ആഡ് ചെയ്യാം. ഇയർ ഓൾറെഡി ഒരു ഹയറാർക്കി ആയിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കും. അത് ഡേറ്റ് ഫോർമാറ്റിലായതുകൊണ്ട് അത് ഡേ, മന്ത്, ക്വാർട്ടർ ഓർ ഇയർലി ഹയറാർക്കിയിൽ അത് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സെയിൽസ് ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഗ്രൂപ്പ്ഡ് ബൈ ദിസ് ഹയറാർക്കി ആയി മാറും. അപ്പോൾ ഞാൻ ഇയറിൽ ക്ലിക്ക് ചെയ്തപ്പം എല്ലാ ഹയറാർക്കിയും ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അത് നമുക്ക് വേണ്ടാത്ത എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു സെയിൽസിൻ്റെ ഒരു മെഷറോട് ക്രിയേറ്റ് ചെയ്യാം. അതിന് ശ്രദ്ധിക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഈ ടേബിളിൽ വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ മെഷർ, സെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു പേര് കൊടുത്തുകൊണ്ട് സം ഓഫ് സെയിൽസ്. ഓക്കെ, സെയിൽസ് കോളം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. സെയിൽസ് എന്ന് പറഞ്ഞത് നെയിം കൊടുത്തുകൊണ്ട് സം ഓഫ് സെയിൽസ്. ആ സം ഓഫ് സെയിൽസ് എന്നുള്ളത് ഏറ്റവും വെളി വന്നിട്ടുണ്ട്. ഞാൻ അണ്ടർസ്കോർ ആദ്യം കൊടുത്തുകൊണ്ടാണ് ആദ്യം വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സെയിൽസ് എന്ന് പറയുന്നത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ആ സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് വന്നു കഴിഞ്ഞു. സെയിൽസിൻ്റെ മെഷർ പ്രകാരം ഞാൻ സം ഓഫ് സെയിൽസിൻ്റെ ഒരു കാൽക്കുലേറ്റഡ് മെഷർ അവിടെ ഉണ്ടാക്കി. അതിനുശേഷം ആ മെഷർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് താഴോട്ട് വരയ്ക്കാൻ കാണണമെങ്കിൽ സെയിൽസ്. ഇനി നമുക്കിത് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. 2023 ആകുമ്പോൾ അത് ക്വാർട്ടർ വൈസും 2024 ക്വാർട്ടർ വൈസുമായിട്ടാണ് കാണിക്കുന്നത്, അല്ലേ? നമുക്കിനി ഈ ക്വാർട്ടർ എടുത്ത് കളയാം. എന്താ പറയുന്നത്? അപ്പോൾ അതിന് ഈ ഇവിടെ വന്നേക്കുന്ന ക്വാർട്ടർ ഉണ്ടല്ലോ, അല്ലാണ്ട് ഈ റോ ലെവലിൽ വന്നേക്കുന്ന ക്വാർട്ടർ അതങ്ങ് എടുത്ത് കളയാം. പ്ലസ് ചെയ്താൽ മതി, റിമൂവ് ഡേറ്റ ക്വാർട്ടർ. അതുപോലെ തന്നെ ഡേയുടെ ആവശ്യമില്ല. സോ മന്ത് വൈസ് ഓർ ഇയർ വൈസ് സെയിൽസിന്റെ സം ടോട്ടൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാൽക്കുലേഷൻ പല ചെയ്യാനുള്ളത്. ഓക്കെ, അതിന് ആദ്യം നമുക്ക് ചെയ്യാം പാരലൽ പീരീഡ്. ഓക്കെ, ന്യൂ മെഷർ, പാരലൽ പീരീഡ് ഈസ് ഈക്വൽ ടു, ഇത് പാരലൽ പീരീഡ് എന്ന് പറയുന്നത് മന്ത് വൈസ് നോക്കാം. ഓക്കെ, എന്ന് പറഞ്ഞു കൊടുക്കാം. സോ കാൽക്കുലേറ്റ് ദ സെയിൽസ്, കാൽക്കുലേറ്റ് ഫീൽഡ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സെയിൽസിനെ ആസ്പദമാക്കിയിട്ടാണ് വേണ്ടത്. ഇനി
പാരലൽ പീരീഡ്. ഓക്കെ, പാരലൽ പീരീഡ് ഡേറ്റ് പാസ് ചെയ്ത് കൊടുക്കാം. ഡേറ്റ് അല്ല, സോറി, ഇയർ. ഇയർ കോളമാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇയർ എന്നുള്ള കൺഫ്യൂഷൻ ആണ്, എന്നാലും സെയിൽസിലെ ഇയർ ടേബിൾ ഡോട്ട് ഡേറ്റ് കോമ നമ്പർ ഓഫ് ഇന്റർവെൽസ്. നമുക്ക് പ്രീവിയസ് മന്ത് ആണ് വേണത്. സോ പ്രീവിയസ് മന്ത് എന്ന് പറയുമ്പോൾ ഒറ്റ മാസം പ്രീവിയസ് ചെയ്യുന്നതിന് വേണ്ടി -1 കോമ ഏതാണ് മന്ത്. ഓക്കെ, ഫിൽട്ടർ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഈ പ്രീവിയസ് പാരലൽ പീരീഡിന്റെ മന്ത് വൈസ് ആയിട്ടുള്ള -1 ചെയ്ത് നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് 3923 ഫെബ്രുവരിയിൽ, ബട്ട് 1538 ആണ് പാരലൽ പീരീഡിന്റെ 1 മന്ത് മൈനസ് വരുന്നത്. അതായത് ജനുവരിയിലെ ഡേറ്റ ഇവിടെ വന്നിട്ടുണ്ട്. 2958 ആണ് മാർച്ച് മന്തിലെ ആക്ച്വൽ സെയിൽസ് എന്ന് പറയുന്നത്. പ്രീവിയസ് മന്തിലെ സെയിൽസ് എന്ന് പറയുന്നത് 3923. അപ്പോൾ ഇത് ട്രെൻഡിൽ ഇങ്ങനെ പോകും. എന്നിട്ട് സം ടോട്ടൽ ഒരു മാസം കുറഞ്ഞത് 398885, അതായത് 1538 ഇവിടെ വന്നിട്ടില്ല. സോറി, 4023 അടുത്ത വർഷത്തിലേക്ക് സ്കിപ്പായി പോയതുകൊണ്ട് 39,885. ഓക്കെ, മന്ത് വൈസ് ഇങ്ങനെയാണ് പാരലൽ പീരീഡിന്റെ വന്നേക്കുന്നത്. ഇനി നമുക്ക് സെയിം പാരലൽ പീരീഡ് പോലെ തന്നെ നമുക്ക് ഡേറ്റ് ആഡ് ഫംഗ്ഷൻ കൂടെ ആഡ് ചെയ്ത് നോക്കാം. ന്യൂ മെഷർ ഡേറ്റ് ആഡ്. ഓക്കെ, ഈസ് ഈക്വൽ ടു calculate the sales date add. ഈ ഫംഗ്ഷൻ ഡേറ്റ് ആഡ് ഫംഗ്ഷൻ എക്സാക്ട്ലി സെയിം സിൻടാക്സ് ആണ്. ഇയർ പാസ് ചെയ്ത് കൊടുക്കുക, സെയിൽസ് ഇയർ പാസ് ചെയ്ത് കൊടുക്കുക, കോമ നമ്പർ ഓഫ് ഇന്റർവെൽസ് -1 ആണ് നമ്മൾ ചെയ്തത്, മന്ത്. എന്നല്ല ഇവിടെ. അപ്പോൾ ഈ ഡേറ്റ് ആഡ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എക്സാക്ട്ലി സെയിം റിസൾട്ട് ആണ് രണ്ട് മെഷറിലും ചെയ്യുന്നത്, ഡേറ്റ് ആഡിലും പാരലൽ പീരീഡിലും. 1876 സം ടോട്ടൽ നോക്കിയാലും മന്ത് വൈസ് എക്സാക്ട്ലി സെയിം ആണ്. അപ്പൊ ഈ രണ്ട് ഫംഗ്ഷന്റെ ഡിഫറൻസ് എന്താണ്? പിന്നെ അത് നമുക്ക് ഇയർ വൈസ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ കാര്യങ്ങൾ പിടികിട്ടും. കാരണം നമ്മളിപ്പോൾ ഇവിടെ ഇയർ വൈസ് സ്പ്ലിറ്റും കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. 2023 2024 ഡേറ്റ് ഹെറാർക്കി പ്രകാരമുള്ള സെയിൽസ് ആണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അതുകൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു ഫിൽറ്ററും കൂടെ ഇവിടെ വരുന്നുണ്ട്, അതായത് മാസം. അപ്പൊ മാസം ഇവിടെ ആഡ് ചെയ്തുകൊണ്ടാണ് പിവറ്റ് ടേബിൾ പോലെ ഇത് ഫിൽറ്റേർഡ് ബൈ മാസവും ഇയറും വരുന്നത് ഇതിന്റെ ഇടയ്ക്ക്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിപ്പം വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ അതിന്റെ വ്യത്യാസം അറിയാൻ പറ്റും. ഞാൻ അതും കൂടെ കാണിക്കാം. എക്സാക്ട് സെയിം ഫോർമുല നമ്മൾ എടുക്കുകയാണ്, കോപ്പി ചെയ്തു. ഇത് മാസമാണ്, മന്ത് ആണ്. അപ്പൊ നമുക്ക് ഈ ഇത് ടൈറ്റിൽ നമ്മളൊന്നുകൂടെ നോക്കാം. ഇത് ആയതുകൊണ്ട് ഓക്കെ, -1 ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെ ടൈറ്റിൽ അങ്ങനെ കൊടുത്തത്. ഓക്കെ, ഇനി ഇത് കോപ്പി ചെയ്യാം. ആദ്യം പി പി കോപ്പി ചെയ്യാം, പാരലൽ പീരീഡ് കോപ്പി ചെയ്യാം. റൈറ്റ് ക്ലിക്ക്, ന്യൂ മെഷർ, ഇയർ ആക്കാം, വൈ ചെയ്തു. ബാക്കി എല്ലാം എക്സാക്ട്ലി സെയിം ആണ്. മൈനസ് ഇയർ കൊടുക്കും. ഓക്കെ, അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇവിടെ നെയിം ചേഞ്ച് ചെയ്തു, മെഷറിന്റെ ഇയർ ചെയ്തു. ഓക്കെ, എൻട്രി ചെയ്യണം. പി ഇയർ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ മാസത്തിന്റെ ഫിൽറ്റർ ഇവിടെ അപ്ലൈ ചെയ്യുന്നില്ല. സബ് ടോട്ടൽ കറക്റ്റ് ആണ്, അതായത് 38776 അല്ലെ. ഈ നമ്പറാണ് പ്രീവിയസ് ഇയറിലെ സെയിൽസിൽ വരുന്നത്, അല്ലെങ്കിൽ പ്രീവിയസ് മന്തിന്റെ സം ടോട്ടൽ ആയിട്ട്. പ്രീവിയസ് ഇയറിന്റെ നമ്മളിപ്പോൾ -1 ചെയ്തുകൊണ്ട് പ്രീവിയസ് ഇയറിന്റെ എക്സാക്ട്ലി സെയിം വരുന്നുണ്ട്. ബട്ട് മന്ത് ലെവലിലും അത് തന്നെയാണ് ഫില്ല് ചെയ്യുന്നത്. അതിനർത്ഥം ഇവിടെ മന്തിന്റെ ഫാക്ടർ കൺസിഡർ ചെയ്യുന്നേ ഇല്ല പാരലൽ പീരീഡിൽ. കാരണം മന്തിന്റെ ഒരു ക്രൈറ്റീരിയ നമ്മളിവിടെ ഫിൽട്ടറിൽ കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഡേറ്റ് ആഡിന്റെ ഒന്ന് ചെയ്ത് നോക്കാം. ഇയറിൽ കോപ്പി, റൈറ്റ് ക്ലിക്ക്, മെഷർ, പേസ്റ്റ് ചെയ്തു. പേരൊന്ന് മാറ്റാം, വൈ ഇവിടെ ഇയർ. ഇത്ര ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. എൻ്റർ ചെയ്തു. പുതിയ മെഷർ ആഡ് ആയിട്ടുണ്ട്, ഡേറ്റ് ആഡിന്റെ. ശ്രദ്ധിക്കുക, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ബൈ മന്ത് ചെയ്തപ്പോൾ ആ ഫിൽട്ടർ ചെയ്തപ്പം
കറക്റ്റായിട്ട് വരുന്നുണ്ടായിരുന്നു. 1 ലെവൽ സ്കിപ്പ് ഡൗൺ ചെയ്തുകൊണ്ട് -1 ചെയ്തുകൊണ്ട് രണ്ടിലും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഫിൽട്ടർ കറക്റ്റായിട്ട് മന്തിൽ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം മന്ത് ആയിരുന്നു -1 മന്ത് ആയിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അതുകൊണ്ട് കറക്റ്റ് അതിന്റെ വ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇയറിലോട്ട് വന്നപ്പോൾ അറ്റ് ദ സെയിം ടൈം മെട്രിക്സിൽ നമ്മൾ മന്തും കൂടെ അപ്ലൈ ചെയ്തപ്പം ഡേറ്റ് പാരലൽ പീരീഡിൽ ആ മന്ത് വൈസ് എന്നുള്ള ആ ഫിൽട്ടർ അപ്ലൈ ചെയ്യുന്നില്ല. അതിന് ടോട്ടൽ ഇയർ വൈസേ കാണിക്കുന്നുള്ളൂ. ബട്ട് വേറാസ് ഡേറ്റ് ആഡിൽ ഇപ്പോഴും ഇയർ ചെയ്തപ്പോഴും മാസത്തിന്റെ ഫിൽട്ടർ ഇവിടെ അതിനെ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എക്സാക്ട്ലി സെയിം അതിന്റെ മീനിങ്ങിൽ വരുന്നത്. സോ 1538 ജനുവരിയിലെ ഇവിടുത്തെ എക്സാക്ട്ലി ഇവിടെ വന്നിട്ടുണ്ട്. 1538 എന്ന് പറയുന്നത് ഇവിടെ എക്സാക്ട്ലി വന്നത്. ഫെബ്രുവരിയിലെ 3923 എന്ന് പറയുന്നത് ഫിൽട്ടർ ചെയ്തിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു PPT-യിലോട്ട് പോകാം. അതിൽ ഇപ്പം നമുക്ക് ഒന്നുകൂടെ കറക്റ്റ് അതിന്റെ കാര്യങ്ങൾ പിടികിട്ടും. ആദ്യം പറയുന്നത് കമ്പാരിസൺ ആണ്. പാരലൽ പീരീഡിന്റെയും ഡേറ്റ് ആഡിന്റെയും മെയിൻ ഡിഫറൻസ് എന്താണെന്നുള്ളതാണ്. ഇതൊരു ചെറിയ ടേബിൾ ആണ്. അതിന്റെ ഫീച്ചർ എന്താണെന്നുള്ളതും അതിന്റെ പാരലൽ പീരീഡ് എന്താണെന്നും ഡേറ്റ് ആഡ് എങ്ങനെയാണ് ഫീച്ചർ അതിന്റെ ഡിസ്റ്റിങ്ഷൻ ഉണ്ടാകുന്നതെന്നാണ് കാണിക്കുന്നത്. അതിന്റെ ഇത് പാരലൽ പീരീഡിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഷിഫ്റ്റ് ടൈം പീരീഡ് ബൈ ഫിക്സഡ് ഇന്റർവെൽസ്. ശരിയാണ്, ഫിക്സ് ഇപ്പം നമ്മൾ -1 ആ ചെയ്യുന്നത് അല്ലെങ്കിൽ -ഇയർ ആ ചെയ്യുന്നുണ്ടെങ്കിൽ -1 ഇയറിന്റെ ആ സം ടോട്ടലാണ് കാണിക്കുന്നത്. പക്ഷേ ഫിക്സഡ് ഇന്റർവെൽ ആയിരിക്കും. നമ്മൾ കൂടുതൽ ഇന്റർവെൽ ഇടയ്ക്ക് കൊടുക്കുകയാണെങ്കിലും അതൊന്നും ഫാക്ടർ ആവത്തില്ല. ഫോർ അവർ എക്സാമ്പിൾ നമ്മൾ ഇന്റർവെല് മന്ത് കൊടുത്തു, അത് അതിനെ ഫാക്ടർ ചെയ്യത്തില്ല. ഇപ്പം -1 ആ ചെയ്യുന്നെങ്കിൽ എക്സാക്ട്ലി 38,776 അത് തന്നെ ആയിരിക്കും ഇവിടെ വരിക. ബാക്കിയുള്ള ഒരു ഇന്റർവെൽ അതിന് ഫാക്ടർ ചെയ്യും. ബട്ട് വേർ ആസ് ഇൻ ഡേറ്റ് ആഡ് എന്ന് പറയുന്നത് ഏതൊക്കെ ഫിൽട്ടർ ഉണ്ടോ അതെല്ലാം അപ്ലൈ ചെയ്യും. ഫ്ലെക്സിബിലിറ്റി ലെസ് ഫ്ലെക്സിബിൾ ആണ്, സ്ട്രിക്റ്റ് ഇന്റർവെൽ ആണ്. എന്ത് കൊടുക്കുന്നത് അത് മാത്രമേ ചെയ്യത്തുള്ളൂ. ബാക്കി ഇടയ്ക്കുള്ള ഇന്റർവെൽസ് ഒന്നും അതിനെ ബാധിക്കില്ല. ബട്ട് വേറാസ് ഇൻ മോർ ഫ്ലെക്സിബിൾ ആണ്. നമ്മളിപ്പോൾ ഈവൻ ഷിഫ്റ്റ് ബൈ എനി നമ്പർ ഓഫ് ഡേയ്സ്, നോട്ട് ജസ്റ്റ് കലണ്ടർ. അതായത് ഈ നമ്മളിപ്പോൾ മന്താ കൊടുക്കുന്നെങ്കിൽ ഈവൻ ഡേ വൈസും അത് ഷിഫ്റ്റ് ആവുന്ന പറയും. പെർഫോമൻസ് സ്ലൈറ്റ്ലി ഹെവിയർ ആണ് ഡേറ്റ് ആഡ്, ബിക്കോസ് നിങ്ങൾ കണ്ടു കാണും അവിടെ കൂടുതൽ കാൽക്കുലേഷൻ ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഡേറ്റ് ആഡിൽ കൂടുതൽ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. വേറാസ് ഇൻ ഇത് ഫിക്സ്ഡ് ആയിട്ടുള്ള ഇന്റർവെല്ലിൽ മാത്രം കാൽക്കുലേറ്റ് ചെയ്തുള്ളൂ. റെക്കമെൻഡ് ചെയ്യുന്നത് സിമ്പിൾ ഇയർ ഓൺ ഇയർ കാൽക്കുലേഷൻ. സോ ഫോർ എക്സാമ്പിൾ പ്രീവിയസ് ഇയർ കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് ഡേറ്റ് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്, കറക്റ്റായിട്ട് ഡേറ്റ കാണിക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഇയർ ഓൺ ഇയറോ അല്ലെങ്കിൽ ഇയർ ഓൺ മന്തോ കാണിക്കുന്നതിന് ഹെവി ആയിട്ടുള്ള ഡേറ്റ് ആഡ് യൂസ് ചെയ്യുന്നതിന് പകരം പാരലൽ പീരീഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് റിസൾട്ട് ഓൾറെഡി അറിയാം എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. അതേസമയം കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കസ്റ്റം ഷിഫ്റ്റ് ലൈക്ക് 45 ഡേയ്സ് അല്ലെങ്കിൽ മന്ത് അല്ലെങ്കിൽ 15 ദിവസം 15 മാസം എന്നുള്ള ഷിഫ്റ്റ് ആ തരത്തിൽ നമുക്ക് ചെയ്യണമെന്നുണ്ട്, അത് ചെയ്തെടുക്കാം. അപ്പോൾ ഏത് ഫിൽറ്റർ ഇവിടെ അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഫിൽറ്ററിന് ആസ്പദമായിട്ടുള്ള നമ്പർ മാത്രമേ ഇവിടെ വരത്തുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽ ആയിരിക്കും. അതുകൊണ്ടാണ് പെർഫോമൻസ് കുറച്ച് ഹെവി ആണെന്ന് ഡേറ്റ് ആഡ് ഫംഗ്ഷനിൽ ആണെന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്. മോർ ഫ്ലെക്സിബിൾ ബട്ട് സ്ലൈറ്റ്ലി ഹെവിയർ. കാൽക്കുലേഷൻ്റെ കോണ്ടെക്സ്റ്റ് വർക്കിനെ റോ ബൈ റോ കോണ്ടെക്സ്റ്റ്, ശരിയല്ലേ? ഓരോ റോയിലെയും കോണ്ടെക്സ്റ്റിൽ അത് കാൽക്കുലേറ്റ് ചെയ്യും ഡേറ്റ് ആഡിന്. ബട്ട് വേറാസ് ഇൻ പാരലൽ ഡേ റോ വൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല, സ്ട്രേറ്റ് ടു ദ പോയിന്റ് ആണ്. ഇതൊരു മെയിൻ പോയിന്റ് ആണ്, റോ ബൈ റോ കോണ്ടെക്സ്റ്റിൽ വർക്ക് ചെയ്യുന്നത്. വേറാസ് ഇൻ കാൽക്കുലേഷൻ കോണ്ടെക്സ്റ്റ് ഷിഫ്റ്റ് എൻറ്റയർ ഫിൽട്ടർ, ജസ്റ്റ് സിമ്പിൾ ഫിൽട്ടർ ചെയ്യുന്നുള്ളൂ. വേറാസ് ഇൻ ഡേറ്റ് ആഡ് എന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് റോ വൈസ് കാൽക്കുലേറ്റ് ചെയ്യും, ഇടയ്ക്ക് ക്രൈറ്റീരിയ വെക്കുകയാണ്. നെക്സ്റ്റ് സ്ലൈഡിൽ പോകാം. സിൻടാക്സ് എക്സാക്ട്ലി സെയിം ആണ്. സെയിം സെയിൽസ് ലാസ്റ്റ് ഇയർ ചെയ്യാന്നുണ്ടെങ്കിൽ -1 ഇയർ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ സെയിം ലാസ്റ്റ് ഇയർ 3877 പ്രീവിയസ് ഇയർ രണ്ട് ഫംഗ്ഷനിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് ആയിട്ടുള്ള അത് വരുന്നുണ്ട് ഇവിടെ കാണിക്കുന്ന പോലെ. സിൻടാക്സ് എക്സാക്ട്ലി സെയിം ആണ്. ജസ്റ്റ് ഇവിടെ പാരലൽ പീരീഡ് കൊടുക്കുന്നു, ഇവിടെ ഡേറ്റ് ആഡ് കൊടുക്കുന്നു. രണ്ടും സെയിം ആണ്. ഡേറ്റ് ആഡിൽ നമ്മൾ സെയിം കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മളിപ്പോൾ ചെയ്തതാണ്. ഷിഫ്റ്റ് ബൈ എക്സാക്ട്ലി 1 ഇയർ, ഓൾസോ ഷിഫ്റ്റ് ബൈ എക്സാക്ട്ലി 1 ഇയർ. എക്സാക്ട്ലി സെയിം ഇവിടെ ചെയ്യുന്നുണ്ട്, വ്യത്യാസമൊന്നുമില്ല. ഗുഡ് വിത്ത് വെൻ ദ ഡേറ്റ് ഹയറാർക്കി ഈസ് ക്ലീൻ ആൻഡ് കണ്ടിന്യൂസ്. അതിനിപ്പം നമുക്ക് വലിയ ലോജിക്കൊന്നുമില്ല. മോർ ഫ്ലെക്സിബിൾ ആണ്. നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുപോലെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും ഡേറ്റ് ആഡ് ഫംഗ്ഷനിൽ, കാരണം അത് റോ ബൈ റോ കോണ്ടെക്സ്റ്റിൽ സം ചെയ്യുന്നതാണ്. ഇതിൽ പറയുന്നത് ചെറിയൊരു ടേബിളാണ്. അതിൽ അതിൻ്റെ യൂസ്ഡ് കേസ് എന്തോ എന്നുള്ളത് ഇയർ ഓൺ ഇയർ കമ്പാരിസണിൽ രണ്ടും വർക്ക് ചെയ്യും, നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. പാരലല് റോ ബൈ റോ കോണ്ടെക്സ്റ്റ് വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് കൂടുതൽ കസ്റ്റം ഷിഫ്റ്റിനുള്ള സാധ്യത കൂടുതലും ഡേറ്റ് ആഡിനാണുള്ളത്. വർക്കിംഗ് വിത്ത് ഇൻകംപ്ലീറ്റ് ഡേറ്റ് ഫോർമാറ്റ് നമ്മൾ പ്രാക്ടിക്കലിൽ നമ്മൾ ഇംപ്ലിക്കേഷൻ ചെയ്യുന്നില്ല, രണ്ടും ഐഡിയലി വർക്ക് ചെയ്യണം. ടൈം ക്വാർട്ടർ ഹയറാർക്കി എല്ലാ ഹയറാർക്കിയിലും ഇത് വർക്ക് ചെയ്യും. നമ്മുടെ ഡേറ്റ് ഹയറാർക്കി ഇവിടെ വന്നിരുന്നത്
എല്ലാ കോണ്ടെക്സ്റ്റിലും അത് വർക്ക് ചെയ്യും. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ കണ്ടിരുന്നു ഈ ഹെറാർക്കിയിൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ആഡ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഓൾറെഡി ഇത് തന്നെ സെലക്ട് ചെയ്ത് ഈ ഡേറ്റ് ഹെറാർക്കി യൂസ് ചെയ്ത് തന്നെ ചെയ്തു. അപ്പോൾ അത് ബെറ്റർ ആയിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട് രണ്ടും ആസ് എക്സ്പെക്റ്റഡ്. പാനലായിട്ടുള്ളത് സ്ലൈറ്റ്ലി സ്ലോവർ ആൻഡ് ഹെവിയർ ആണ് ഡേറ്റ് ആഡ്, ബിക്കോസ് അത് റോ ബൈ റോ കോണ്ടെക്സ്റ്റിൽ അത് വർക്ക് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് ഓരോ റോയിൻ്റെയും കാൽക്കുലേഷൻ എടുത്തിട്ട് ഒബ്വിയസ്ലി ഈ നമ്പർ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. സ്ലൈറ്റ്ലി ഹെവിയർ ആൻഡ് സ്ലോവർ ആയിരിക്കും ഡേറ്റ് ആഡ് ഫംഗ്ഷൻ. വേറാസ് ഇൻ പാരലൽ പീരീഡ് എന്ന് പറയുന്നത് ബെറ്റർ ആണ്, കാരണം അതിൻ്റെ കാൽക്കുലേഷൻ വളരെ കുറവാണ്, സ്ട്രേറ്റ് ടു ദ പോയിന്റ് ആണ്. അപ്പോൾ ഏത് കോണ്ടെക്സ്റ്റിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യണം എന്നുള്ളത് ഈ ഡിഫറൻസ് മനസ്സിലാക്കും, അത് പിടികിട്ടും. സം ടോട്ടൽ ഓൾമോസ്റ്റ് സെയിം ആണ്, പ്രീവിയസ് ഇയറിൻ്റെ സം ടോട്ടൽ സെയിം ആണ് കണ്ടീഷൻ പ്രകാരം. റോ ബൈ റോ കോണ്ടെക്സ്റ്റിൽ കാൽക്കുലേഷൻ കൂടുതൽ വരുന്നുണ്ട്. ഡേറ്റ് ആഡ് ഫംഗ്ഷൻ അതിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ, നെക്സ്റ്റ് ഇയർ അങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിൽ വരുമ്പോൾ പാരലൽ പീരീഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്.